2 ദിവസം കൊണ്ട് പഠിക്കാൻ പോകില്ല. പഠിച്ചാൽ ഭക്തി വരുമെന്ന് തോന്നുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾക്ക് എന്താണ് ഭക്തി എന്നറിയാമോ? ആദ്യം ഭക്തി എന്താണെന്ന് പറഞ്ഞിട്ട് പഠിച്ചു പറയും. അത് ചോദിക്കേണ്ടി വരും. അതിന് വേണ്ടാത്ത ക്വസ്റ്റ്യൻ ചോദിക്കാതെ ദയവായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. വേദാന്തം എന്നുള്ളത് പഠിക്കണമെങ്കിൽ ആദ്യം വേദം പഠിക്കണം. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ജന്മം മുഴുവൻ നോക്കാനും ഒരു ഏകപാഠിയാവാൻ പറ്റിയില്ല, ഒരു വേദം പഠിക്കാൻ പറ്റിയില്ല. എന്നാണ്ടാണോ വേദാന്തം പഠിക്കുന്നത്? പെട്ടെന്ന് ആർക്കും പറ്റിയില്ല. അതാണ് ഭഗവാൻ സർവ വേദാന്ത സിദ്ധാന്ത സാരം ഇത് ഭഗവത്ഗീത. അങ്ങനെ ഭഗവത്ഗീതയിൽ ഞാൻ പറയുന്ന സർവ വേദങ്ങളുടെയും എസൻസ് ആണ്. അപ്പോൾ വേദങ്ങളുടെ എസൻസ് ആയിട്ടുള്ള ഭഗവത്ഗീതയെ ഈ പ്രതിസന്ധിയുള്ള നടുവിൽ യുദ്ധകളത്തിൽ വെച്ച് ഭഗവാൻ ഇത് കർത്തവ്യത മൂഢനായിട്ട് മിശ്രിതമായിട്ട് മനസ്സിൻ്റെ ഉടമയായിട്ട് ചലിക്കുന്ന മനസ്സുമായിട്ടിരിക്കുന്ന അർജുനോട് ഉപദേശിക്കുന്ന സന്ദർഭം നോക്കിയാണോ നമ്മൾ ചോദിച്ചേക്കാം ബുദ്ധിമാന്മാർ. പക്ഷേ എപ്പോഴാണ് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നത്, അവൻ്റെ മനസ്സിനെ എന്നെ നോക്കി കാണാൻ പറ്റുന്നത്, അവനൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നുമോ എന്ന് ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു. ആ കറക്റ്റ് ടൈമിന് ഭഗവാൻ വിളിച്ച ആ ഒരു കോലാഹല മധ്യത്തിൽ വെച്ച് തന്നെ ശാന്തമായിട്ടുള്ള ഉപദേശം ഭഗവാൻ കൊടുത്തു. അതാണ് വേദത്തിൻ്റെ ആദ്യം. കലുഷിതമായ മനസ്സിൻ്റെ ഉടമയാണ് കേൾക്കുന്നത്. എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നു ഉഷ്ണ, ഞാൻ എന്ത് ചെയ്യും? ആ പട കലിയുന്നു, എന്നീ അമ്മുമ്പിലും താഴെ വീഴുന്നു, നീ യുദ്ധം ചെയ്യാൻ പറ്റില്ല, സന്യാസമാണ് വേദം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജോലി വിട്ടോടനാണ് സന്യാസം എന്നാണ്. ആ ധാരണകളെല്ലാം മാറ്റി സന്യാസവും കർമ്മയോഗം ഓരോ അധ്യായത്തിനും ഓരോ പേരിട്ട് ഭഗവത്ഗീത 18 അധ്യായവും ഭഗവാൻ പറഞ്ഞു കൊടുക്കും. എല്ലാ യുദ്ധക്കളത്തിൽ വെച്ചാണോ ചോദിച്ചാൽ വിതിൻ 2 or 3 minutes ആയിരിക്കാം. പക്ഷെ വേദവ്യാസം വിസ്തരിച്ച നമുക്ക് തന്നപ്പോൾ 700 ശ്ലോകങ്ങളിലായിട്ടത് വിശദീകരിച്ച് ഡിസിപ്ലിനറി ആക്ഷനിലൂടെ ഡിസിപ്ലിൻ ചെയ്ത് ഓരോ വേർഡായിട്ട് മീനിങ്ങും തന്ന അർത്ഥം വിശദീകരിച്ച ശങ്കരാചാര്യർ ഭാഷ്യം എഴുതി ഭംഗിയായിട്ട് നമുക്ക് സംസ്കരിച്ച് തന്ന അദ്വൈത വേദാന്ത ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഗീത ഒരെണ്ണം പഠിച്ചാൽ മതി. വേണ്ടവണ്ണം അറിവുള്ള ഒരു ഗുരുവിൽ നിന്നും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വേദാന്തം പഠിച്ചവനാണ്. ഇല്ല വേദാന്തത്തിന് വേണ്ടി വേദത്തിന് മുഴുവൻ പഠിച്ച തലയുരുട്ടിയതായ നഹി നഹി രക്ഷതി ദുഃഖരണേ. ഭഗവത്ഗീതയിൽ ശങ്കരാചാര്യ സ്വാമി ഭജഗോവിന്ദൻ എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓരോ ശിഷ്യന്മാരും ഓരോ ശ്ലോകം അവസരം കണ്ട് പറഞ്ഞുണ്ട്. അതിൽ പറയുന്നത് മഹാപണ്ഡിതനായിട്ടുള്ളവരുള്ള തല ഉരുട്ടിക്കൊണ്ട് വേദം ശാസ്ത്രം സംഗതികൾ ഊർധവും പ്ലൂവും ഒക്കെ വരുമ്പോൾ തല ഒരുപാട് ആട്ടി കൊടുക്കണം. അങ്ങനെ കഥകളിക്കാരനെ പോലെ തലയെ ഉരുട്ടി വേദം പഠിച്ചാൽ നഹി നഹി രക്ഷതി ഡുഗ്രന് കരണേ. ഇങ്ങനെ നിന്റെ തലയിട്ട് ഉരുട്ടിയാലൊന്നും വേദാന്തം ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ട ശാന്തി, സമാധാനം, ലോകം എന്താണെന്ന് മനസ്സിലാക്കുക. അതെല്ലാം മനസ്സിലാക്കി ലോകത്തിൻ്റെ ഉത്ഭവം എന്താണ് ആത്യന്തികമായി മലയാള കവിയായിട്ടുള്ള അവിടെ പുഞ്ചാചാര്യ എഴുതി വെച്ചിട്ടില്ലേ?